വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീരും നീലാവിതളായി മകളെ എന്നും എൻ കനവിൽ ഞാൻ നിന്നെയുറക്കാൻ പോയി കണ്ണീർ ചൂടി ഏകാന്തതയിലൊരോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ അതിലാതിരരാ ദുരന്തങ്ങൾ തന്നെയാ കാണുന്നത്. ആ ജാതകക്കാരിയെ കാത്തിരിക്കുന്ന ദുരന്തങ്ങൾക്ക് തടയിടാൻ ഒരാൾക്കേ കഴിയൂ. പരാശക്തിക്ക് പ്രാർത്ഥിക്കുക. അമ്മേ മഹാമായേ, നിന്റെ വലിയ മനസ്സിന്റെ മുമ്പിൽ ഈ അച്ഛൻ തോറ്റുപോയില്ലോടാ മോനെ. കൊള്ളാം. പക്ഷേ വിവാഹശേഷം ഉണ്ടാകാൻ പോകുന്ന ആ ദുരന്തം, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കരുത്. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. മതിയുടെ മോനെ, നീ എന്തിനാ വെറുതെ ആരോഗ്യം കളയുന്നേ? ഇത് ഇട്ടുകൊണ്ട് ഫ്രാൻസിന് പുറകെ ബൈക്ക് പായുമ്പോഴേ ഈ വടിവൊന്നും കാണുകയില്ല. എന്നാലും തേക്കാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. ഒരു MBA-കാരനാവുമ്പോ അതിന്റെ ഒരു ഗമ്മയൊക്കെ വേണ്ടേ? 4 പെമ്പിള്ളേര് നോക്കിട്ട് ഹായ്ന്ന് പറയണം. പിന്നെ വരിയല്ലേ ഉർവശി മേനകമാര്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് നിനക്ക് പൂന്തോട്ടം വരെ ഒന്ന് പോന്നൂടെ? ഓ, എനിക്കെങ്ങും വയ്യ. എന്താ എന്റെ മോന് കുറച്ചില് തോന്നുന്നുണ്ടോ? കഴിഞ്ഞതൊന്നും മറക്കണ്ട. ആരോരും ഇല്ലാഞ്ഞപ്പോ ആശ്രയം തന്ന വീടാ. അവിടുത്തെ സഹായം കൊണ്ട് മാത്ര നിനക്ക് ഇത്രയും പഠിക്കാൻ പറ്റിയത്. ഇതിപ്പോ 1,01,000 തവണ അമ്മ എന്നോട് പറയുന്നത്. എന്റെ കണ്ണടയുന്നത് വരെ പറയും. മനസ്സിലെങ്കിൽ ഇത്തിരി നന്ദി വേണോടാ. അപ്പോട്ടെയാണെങ്കിൽ വന്നപ്പോ മുതൽ നിന്നെ കാത്തിരിക്കുക. അവക്ക് വട്ട. ദേ, എന്റെ കുഞ്ഞിനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. നിന്നെ പോലെ നന്ദിയില്ലാത്തൊന്നുമല്ല. സുധാമയെന്ന് വിളിച്ച് എന്നെ കെട്ടിപ്പിടിക്കുന്ന നീ ഒന്ന് കാണണം. അത് ചുമ്മാ സോപ്പല്ലേ? ആയിക്കോട്ടെ, നിനക്ക് ചെയ്തൊന്നുമില്ലല്ലോ. മോനെ,
നേരം കിട്ടുമ്പോഴൊക്കെ നീ അങ്ങോട്ടൊന്ന് വരണം. ഇപ്പോഴും നമ്മൾ ഉണ്ണുന്നത് അവിടുത്തെ ചോറാ. ഈ അമ്മയുടെ ഒരു കാര്യം. നീ നന്ദി കെട്ടവനാണെന്ന് ആരും പറയുന്നത് കേൾക്കാൻ ഈ അമ്മയ്ക്ക് വയ്യ. പൂന്തോട്ടത്തിക്കാരും അങ്ങനെ പറയില്ല അമ്മേ, ഞാൻ പറയിപ്പിക്കില്ല. പിന്നെ നീറകുടം തുളുമ്പില്ലെന്ന് അമ്മേനെയല്ലേ എപ്പോഴും പറയാറ്. പക്ഷേ അവര് മാത്രല്ലല്ലോ മോനെ, ഭാഗ്യേച്ചി ഹേമയൊക്കെ ഇല്ല അവിടെ. എന്ത് പറഞ്ഞാലും ഉണ്ടാവും അമ്മയ്ക്ക് ഓരോ ന്യായീകരണങ്ങള്. അതെ, അവന് ഗജകേസരി യോഗവാ. ജാതകം ഗണിച്ചപ്പോഴേ കണിയാര് പറഞ്ഞതാ. ഇങ്ങനെ കേസരി യോഗം ഉള്ള ഒരുത്തനെ കിട്ടിയതേ അപ്പൂട്ടിയുടെ ഭാഗ്യ. അവൻ എന്റെ മോനാ, ഒട്ടും മോശാവില്ല. അവൻ ആകെ ഒരു കുറവ് അതേ ഉള്ളൂ. ഇതൊന്നും നടന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ആ പൊളിച്ചിട്ടിരുന്ന വീടൊന്ന് വാർക്കാമായിരുന്നു. കണക്കില്ലാത്ത സ്വത്തില്ലയോ കയ്യിലോട്ട് വരുന്നേ. കുറച്ച് എനിക്കാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്തിനാ മുനവെച്ച് സംസാരിക്കുന്നത്? തരില്ലെന്ന് അവൻ പറഞ്ഞോ? ഓ, ഞാൻ എന്റെ ദുരിതം കൊണ്ട് പറഞ്ഞതാ. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ തുള്ളുന്നത്? കൈ കിട്ടുന്നതിന് മുമ്പ് തമ്മിൽ തല്ലു തുടങ്ങി. കിട്ടിയാലത്തെ പുകില്. കിട്ടിയാലെന്താ? തമ്മിൽ തല്ലാതെ പങ്കിടാൻ ഈ ഭാഗ്യത്തിനറിയാം. അവന് ഉളുവല്ലേ ഉള്ളൂ. ആ, അത് തന്നെ. അമ്മ വേണ്ട പോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് ഇത്രേ കിട്ടിയേ പറ്റുന്നൊന്നും ഞാൻ പറയത്തില്ല. തുല്യമായിട്ടായാലും എനിക്ക് വിഷമമൊന്നുമില്ല. ഒട്ടും അത്യാഗ്രഹമില്ല. അമ്മയെ പോലെ തന്നെ. അമ്മയ്ക്ക് എന്താ കുഴപ്പം? ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. എന്താ അമ്മേ, മുഖം വെറുപ്പിക്കാതെ അമ്മയെ കാണാനേ പറ്റില്ലല്ലോ. അമ്മയും മോളും കൂടെ സ്വത്ത് പങ്കിടുകയായിരുന്നു. സ്വത്തോ? ഏത് സ്വത്ത്? സ്വപ്നത്തിലെ അപ്പൂട്ട് വഴി നിനക്ക് വന്നു ചേരേണ്ട സ്വത്ത്. ആരും അധികം കണക്കുകളൊന്നും കൂട്ടണ്ട. സ്വത്ത് മോഹിച്ചല്ല ഞാൻ അപ്പുട്ടി വിവാഹം കഴിക്കുന്നത്. എനിക്ക് അപ്പുട്ടിയെ വേണം. അതുകൊണ്ടാ. ഒരുപാട് കാലത്തിന് ശേഷമാ തറവാട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത്. നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോവാ. എന്റെ മോള് അമ്മയെ മനസ്സിൽ വിചാരിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. ആ വാ. അച്ഛനെ വഴിപാടിന് എഴുതിക്കട്ടെ. മോളങ്ങോട്ട് ചെല്ലും. ആ ഇതെവിടാ നീ? ഒന്ന് കാണാൻ കിട്ടുന്നില്ലല്ലോ. വലിയ വലിയ ആളുകൾ അങ്ങനെയും കാണാൻ പറ്റുമോ? ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഓ, ഞാനതങ്ങ് മറന്നു. നീ വന്നേ. ആ ജോലിയുടെ കാര്യം എന്തായി? ഓ, അതിനോട് എനിക്ക് അത്ര താല്പര്യം തോന്നിയിട്ടില്ല. ഏതായാലും റിസൾട്ട് വരട്ടെ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്തെങ്കിലും വരും എന്നും പറഞ്ഞ് കാത്തിരുന്നോ. നാളെ ഒരു പെണ്ണ് ഈ തോളിലോട്ട് വീഴും. അവക്ക് ഉണ്ണാനും ഉടുക്കാനൊന്നും കൊടുക്കണ്ടേടാ. ഹേ, ഇപ്പോഴെങ്ങും അങ്ങനെ ഒരു കുരിശെടുത്ത് തലയിൽ വെക്കാനുള്ള പ്ലാനേ ഇല്ല. ആദ്യം ഒരു ജോലിയൊക്കെ കിട്ടി ഒന്ന് സ്വസ്ഥാവട്ടെ, പിന്നീട് ഒരുത്തെ കണ്ടുപിടിക്കാം. നീ ഇവിടുന്ന് തപ്പ്. അയ്യോ, ദേ കേന്ദ്രം വരുന്നു. അതിന് നിനക്കെന്താടാ? നിനക്കറിയില്ല, കണ്ടാൽ ഉടനെ തുടങ്ങും ഉപദേശം. വെറുതെ എന്നെ കത്തിക്കരിയാക്കണോ? ദേ ചടങ്ങിന് നേരത്തെ അങ്ങ് വരണം. ആളും വെള്ളത്തിനടക്കി. സച്ചിയോ? അവനെന്താ പോയി കളഞ്ഞേ? അവാ എന്താ വക്കീലേ? അച്ഛാ, അതെ, വക്കീലിനെന്തോ പറയാനുള്ള മാതിരി. കൂടുതൽ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയതാ അവളോടും കൂടെ ഒന്ന് ചോദിക്കണ്ടേന്ന്.
അപ്പൂട്ടിയുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. താനെന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ നിർബന്ധിച്ചില്ല എന്നേ ഉള്ളൂ. വക്കീലെ, അതുതന്നെയാ വേണ്ടത്. എല്ലാരും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ഒരു കാര്യമില്ല മക്കളെ, ഇവിടെ അതിനെ പറ്റി ആരും വരില്ല. ഒരു കൈ നോക്കാടി, വല്ല പൊട്ടനോ ചട്ടനോ ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്യാലോന്ന് വിചാരിച്ചിട്ട്. ആ മോളെ ഒന്നീ വന്നേ. ഞാനിപ്പോ വരാം. നോക്കിയടി, അച്ഛന്റെ മോളുടെ ഒരു സ്നേഹം. എന്താണാവോ വക്കീൽ സാറിനൊരു പരിങ്ങൽ. വേണ്ട, ഇത്ര കഷ്ടപ്പെട്ട് ചിരിക്കണ്ട. എന്നെ വിളിച്ചോണ്ടുന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. അല്ല മോളെ, നിന്റെ അമ്മ മരിക്കുന്നവരെ നിന്റെ ഓരോ പിറന്നാളിനും എന്നോട് പറയുമായിരുന്നു, ഇനി ഇത്ര വർഷം കഴിയുമ്പോ നമ്മുടെ മോടെ കല്യാണമെന്ന്. വക്കീലെ, വക്കീൽ എങ്ങോട്ടാ വരുന്നേന്ന് എനിക്ക് മനസ്സിലായി. ഇന്നൊരു നല്ല ദിവസമല്ലേ, അതങ്ങ് വിട്ടുകള. അതെ, നല്ല ദിവസം ആയതുകൊണ്ടാ അച്ഛനത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പ എന്തോ പ്ലാനിങ് ഉണ്ടല്ലോ. എപ്പോഴായാലും നടക്കേണ്ടതല്ലേ, കുറച്ചു നേരത്തെ ആയാലും അത്രയും നന്ന്. അല്ല, ഈയിടെയായിട്ട് നിന്റെ കുറുപ്പച്ചനും ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതിനിപ്പോ ഇത്ര തിരക്ക് പിടിക്കുന്ന എന്തിനാ? ഇന്നത്തെ ദിവസം ഒന്ന് കഴിയട്ടെ. ഇന്നൊരു നല്ല ദിവസം ആയതുകൊണ്ടല്ലേ മോടെ കല്യാണക്കാര്യം കൂടെ അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചത്. അനൗൺസ് ചെയ്യാനോ? ഇന്നോ? അതെ മോളെ. അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നേ? നിനക്കൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഇതുവരെ പറയാതിരുന്നത്. പയ്യൻ നമ്മുടെ അജയനാ. നടക്കില്ല. എന്നോട് ചോദിക്കാതെ, എന്നോട് ആലോചിക്കാതെ എന്റെ ജീവിതത്തെ പറ്റി തീരുമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? മോളെ, അച്ഛൻ ഇനി ഒന്നും പറയണ്ട. എന്നെ ഇഷ്ടം കൂടി ഒന്ന് ചോദിക്കാറില്ലേ? അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുത്ത് നേടിക്കൊടുക്കുന്ന കാലമൊക്കെ പോയി. ഞാനൊരു അഭിപ്രായം പറഞ്ഞു. അത് നീ ഇങ്ങനെ ഒച്ച വെക്കുന്ന എന്തിനാ? അഭിപ്രായം അല്ലല്ലോ, തീരുമാനമല്ല അച്ഛൻ പറഞ്ഞത്. അതനുസരിക്കാൻ എനിക്ക് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. മോളെ, വാ മോളെ. ഇരിക്കും മോളെ. അപ്പൂട്ടി, നിന്റെ ഈ സങ്കടം കാണാൻ കുറുപ്പച്ചൻ വയ്യ മോളെ. രണ്ടാളും ചേർന്നല്ലായിരുന്നോ നാടകം? നാടകമോ? എന്റെ അപ്പൂട്ടിക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വക്കീൽ വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലായി. വെറുതെ വക്കീലിന്റെയും കോടതിയുടെയും പേര് പറഞ്ഞ് ഈ ചടങ്ങ് വെച്ചത് തന്നെ ഇതിനായിരുന്നല്ലോ. ക്രിമിനൽ ലോയറുടെ വക്രബുദ്ധി. പക്ഷെ ആ ബുദ്ധി കൊണ്ടൊന്നും മകളുടെ മനസ്സ് വായിക്കാൻ പറ്റില്ല. അങ്ങനെ പറയാതെ പൂട്ടി. പറയാതെ? കുറുപ്പച്ചനൊന്ന് ഓർത്ത് നോക്കിയേ, ഇത് എത്ര ചീപ്പായി പോയിന്ന്. തറവാടിന്
ഞാൻ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഇങ്ങനെ ചോദിക്കാൻ പറയുകയും ചെയ്ത കല്യാണം ഉറപ്പിക്കാൻ. ഇങ്ങനെ എഴുതാപ്പുറം വായിക്കാതെ അപ്പൂട്ടി. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ആളെ അപ്പൂട്ടി ഇഷ്ടപ്പെടുമെന്ന് വക്കീല് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്കറിയാം, കുറുപ്പച്ചനും ഇപ്പൊ വക്കീലിന്റെ ഭാഗത്ത്. അപ്പൂട്ടിക്ക് ആരുമില്ല, ആരും. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കില്. അപ്പൂട്ടി വേണ്ട, സ്നേഹപ്രകടനം ഒന്നും വേണ്ട. ഈ സ്നേഹം സത്യമാണെന്നും ആത്മാർത്ഥമാണെന്നും അപ്പൂട്ടി വിശ്വസിച്ചു പോയല്ലോ. എന്റെ അപ്പൂട്ടി, കുറുപ്പച്ചന് നെഞ്ചു പുലർത്താതെ മോളെ. എന്റെ വേദനയെ പറ്റി ഇവിടെ ആരും ഓർത്തില്ലല്ലോ. ഓർക്കാഞ്ഞിട്ടാണോ അപ്പൂട്ടി? നീ എപ്പോഴും ഞങ്ങളുടെ കൺവെട്ടത്ത് തന്നെ വേണമെന്ന് കരുതിയിട്ടല്ലേ അജയനെ കൊണ്ട്? കൺവെട്ടത്തുണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പൂട്ടിയുടെ മനസ്സുഖം പ്രശ്നമല്ല. അജയനെ കൊണ്ട് നിനക്ക് എന്ത് പ്രയാസമാ വരിക? അവൻ അപ്പൂട്ടിയെ പൊന്നുപോലെ നോക്കില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. ഈ കുറുപ്പച്ചൻ പറയുന്നത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൂട്ടി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോയേക്കാം. അപ്പൂട്ടി, ഒരു നോട്ടം കൊണ്ട് എന്റെ മനസ്സറിയാൻ, ഒന്ന് തലോടി എന്നെ ആശ്വസിപ്പിക്കാൻ. എനിക്ക് എന്റെ അമ്മ ഇല്ലാതായി പോയല്ലോ കുറിപ്പിട്ട. എന്തിനാ അമ്മ എന്നെ തനിച്ചേക്ക് പോയത്? ഇവിടിപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ? അപ്പൂട്ടി, അപ്പൂട്ടി, എന്താ അപ്പൂട്ടി ഇത്? കരയല്ലേ മോളെ? മോൾക്ക് നല്ലത് വരാനല്ലേ അവരൊക്കെ അങ്ങനെ പറഞ്ഞത്. ദേഷ്യം വന്ന പിന്നെ ആരാ എന്താന്നൊന്നുമില്ല. അപ്പൂട്ടി, ചിലതൊക്കെ നമ്മൾ മനസ്സിൽ ഒതുക്കുന്നതാ മോളെ നല്ലത്. അങ്ങനെ മനസ്സിൽ ഒതുക്കി വെച്ച് പെരുമാറാൻ എനിക്കറിയാം സുധാമേ. അച്ഛനും മകളും തമ്മിൽ എന്തിനാ ഒളിയും മറയും? അച്ഛനും കുറുപ്പച്ചനും ഒക്കെ എന്തിനാ എന്നീന്ന് ഇതൊക്കെ മറച്ചത്? കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനുള്ള പ്രായമായില്ലേ എനിക്ക്? മക്കൾ എത്ര വളർന്നാലും അച്ഛനമ്മമാരുടെ മനസ്സിൽ അവരെന്നും കുഞ്ഞുങ്ങളായിരിക്കും മക്കളെ. മക്കൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള കഴിവുണ്ടോ, അത് തെറ്റായി പോകുമോ എന്നുള്ള ആകാംക്ഷ എപ്പോഴും ഉണ്ടാവും. അത് സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ? സുധാമി അവരെ ന്യായീകരിക്കുന്നല്ലേ? എന്റെ പഠിത്തം കഴിയുന്നവരെ കാത്തൂടെ? എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ എന്തിനായിരുന്നു ഇങ്ങനൊരു നാടകം? അപ്പോട്ടെ, വിവാഹമൊക്കെ അതിന്റെ സമയത്ത് തന്നെ നടക്കണം മോളെ. മോളുടെ ജാതകത്തിൽ ഇത്ര വയസ്സിനകം വിവാഹം നടക്കണമെന്നുണ്ടെങ്കിലോ? അങ്ങനുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞൂണ്ടേ? ഒരാളുടെ മനസ്സിലിരിക്കുന്നത് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. അല്ലാതെ ഇങ്ങനെ കെണിയിൽ പെടുത്തും പോലെ. അങ്ങനൊന്നും ചിന്തിക്കണ്ട മോളെ. മോളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം കരുതിയാ മതി. അപ്പൊ ഈ മനസ്സിലെ ദേഷ്യമൊക്കെ അടങ്ങും. എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് കൂടി ഇഷ്ടപ്പെടുന്ന, എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരാളെ വേണ്ടി കണ്ടുപിടിക്കാൻ. ഇപ്പൊ അമ്മയുടെ മോനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ സമ്മതിച്ചേനെ.
ഈസ്റ്റ് എം